എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയൻ മണ്ണിൽ ആരംഭിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി പെർത്തിലെ മനോഹരമായ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരം ആരാധകർക്ക് വലിയ ആവേശമാണ് സമ്മാനിച്ചത്. ഒരു ഔദ്യോഗിക മത്സരത്തിന്റെ പ്രതീതി ഉണർത്തിയ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഓസ്ട്രേലിയൻ ബൌളിംഗ് ആക്രമണത്തെ 50 റൺസിന് തകർത്തപ്പോൾ വരാനിരിക്കുന്ന പരമ്പരയിലെ ഇന്ത്യൻ ആധിപത്യത്തിന്റെ വ്യക്തമായ സൂചനകളാണ് നമ്മൾ കണ്ടത്. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് പെർത്തിലെ പേസ് പിച്ചിനെ നേരിടാനുള്ള ബാറ്റ്സ്മാൻമാരുടെ ആത്മവിശ്വാസം വിളിച്ചോതുന്നതായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെയും ഋഷഭ് പന്തിന്റെയും അഭാവത്തിൽ ടീം ഇന്ത്യ പുതിയ കോമ്പിനേഷനുകൾ പരീക്ഷിച്ചപ്പോൾ ഓസ്ട്രേലിയയും പാറ്റ് കമ്മിൻസിനെ പോലുള്ള പ്രമുഖരില്ലാതെയാണ് ഇറങ്ങിയത്. തുടക്കത്തിൽ തന്നെ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പേസർമാർക്ക് മുന്നിൽ ഒരു പരീക്ഷണം തന്നെ നടത്തി. പിച്ചിലെ ബൗൺസിനെ കൃത്യമായി മുതലെടുത്ത രോഹിത് ആദ്യ ഓവറുകളിൽ തന്നെ ബൗണ്ടറികളിലൂടെ കളിക്ക് വേഗം കൂട്ടി. അദ്ദേഹത്തിന്റെ തകർപ്പൻ ഫോമും റൺ റൊട്ടേഷനും ഓസ്ട്രേലിയൻ ഫീൽഡർമാരെ വട്ടം കറക്കി. 10 ഓവറിനുള്ളിൽ 65 റൺസ് അടിച്ച് രോഹിത് സമ്മർദ്ദം സൃഷ്ടിച്ചു. എന്നാൽ മറുവശത്ത് 20 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ മിച്ചൽ സ്റ്റാർക്കിന് വിക്കറ്റ് നൽകി മടങ്ങിയത് ഇന്ത്യൻ ക്യാമ്പിന് ഒരു ചെറു തകർച്ചയായി. തുടർന്നെത്തിയ വിരാട് കോഹ്ലി ആദ്യം പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കളിച്ച ശേഷം സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മാറി. മധ്യ ഓവറുകളിൽ കോഹ്ലിയുടെ അതിവേഗ റൺസെടുപ്പ് ഓസ്ട്രേലിയൻ ബൌളർമാരുടെ തന്ത്രങ്ങൾ എല്ലാം തകർത്തു. ഇതിനിടയിൽ 40 പന്തിൽ 70 റൺസെടുത്ത് മിന്നിയ രോഹിത് ശർമ്മ മിച്ചൽ സ്റ്റാർക്കിന്റെ രണ്ടാമത്തെ ഇരയാളി പുറത്തായത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി. അവിടെ നിന്ന് കളി ഏറ്റെടുത്ത ശ്രേയസ് അയ്യരാണ് ഇന്നിംഗ്സിന് തീ കൊളുത്തിയത്. ആഡം സാംബയുടെ സ്പിന്നിനെതിരെ തുടർച്ചയായി ബൗണ്ടറികളും സിക്സറുകളും നേടി അയ്യർ ടീം സ്കോർ ഉയർത്തി. കോഹ്ലിയും ശ്രേയസും ചേർന്ന് ഇന്ത്യയെ 30 ഓവറിനുള്ളിൽ 250 കടത്തി. സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വെച്ച് കോഹ്ലി കാമറോൺ ഗ്രീനിന്റെ സ്ലോ ബോളിൽ വീണെങ്കിലും അഞ്ചാമനായി എത്തിയ KL രാഹുലും അയ്യറും ചേർന്ന് ഇന്ത്യയെ കൂടുതൽ ശക്തരാക്കി. അവസാന 10 ഓവറിൽ 135 റൺസ് വാരിക്കൂട്ടി ഇന്ത്യ 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 370 എന്ന കൂറ്റൻ സ്കോർ നേടി. 8 സിക്സറുകളും 6 ഫോറുകളും അടക്കം 101 റൺസെടുത്ത ശ്രേയസ് അയ്യർ ടീം ഇന്ത്യയുടെ ഫോം തെളിയിച്ചു. KL രാഹുൽ, അക്സർ പട്ടേൽ എന്നിവരും നിർണായക സംഭാവന നൽകി. 371 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ മാർഷും ട്രെവസ് ഹെഡും ശ്രദ്ധയോടെയാണ് ബാറ്റിംഗ് തുടങ്ങിയത്. എന്നാൽ ഇന്ത്യൻ പേസർമാരായ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും കൃത്യതയാർന്ന ബൌളിംഗ് ഓവറുകൾ ഓസീസ് ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കി. സിറാജിന്റെ തകർപ്പൻ യോർക്കറിൽ ഹെഡും പ്രസിദ്ധ് കൃഷ്ണയുടെ കട്ട് ബോളിൽ മാർഷും വീണതോടെ ഓസ്ട്രേലിയയുടെ താളം തെറ്റി. മധ്യനിരയിൽ ജോഷ് ഇംഗ്ലീഷും കാമറോൺ ഗ്രീനും ചേർന്ന് ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യമായ ഇടവേളകളിലെ പ്രഹരം ഓസീസിന്റെ വിജയസാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. സിറാജും പ്രസിദ്ധ് കൃഷ്ണയും തങ്ങളുടെ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയതോടെ ഓസ്ട്രേലിയയ്ക്ക് 320 റൺസിലധികം നേടാൻ കഴിഞ്ഞില്ല. അവസാനം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ കൊടുങ്കാറ്റിലും ബൌളർമാരുടെ തകർപ്പൻ പ്രകടനത്തിലും ഓസ്ട്രേലിയ പതറി. 50 റൺസിന്റെ വിജയം സ്വന്തമാക്കി ഇന്ത്യ ഈ പരിശീലന മത്സരം പൂർത്തിയാക്കി. ഇത് വരാനിരിക്കുന്ന പരമ്പരയ്ക്ക് ഇന്ത്യയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പരിശീലന മത്സരത്തിലെ ഈ തകർപ്പൻ പ്രകടനത്തിന് ശേഷം ക്രിക്കറ്റ് ലോകം ആകാംക്ഷയിലാണ്. ഇതറിഞ്ഞ ശേഷം നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഓസ്ട്രേലിയൻ പിച്ചുകളിൽ ഇന്ത്യ ആധിപത്യം തുടരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.